I am Philippos John Worky. ഹലോ മെനോൻ സാർ. CK മേനൻ. എനിക്കറിയാം സാർ. ഓ സാറിൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നു എൻ്റെ ഫാദർ ജോൺ വർക്കി. ജോൺ വർക്കി. യാ, ജോൺ ലോങ് ബാക്ക്. ജോൺ വർക്കി. ഞാൻ പ്രൊഫസർ നീലകണ്ഠൻ. സാറ് PhD ചെയ്യുമ്പോൾ ഞാൻ അവിടെ ജൂനിയർ ആയിരുന്നു. ഓ എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. ഐ വാസ് ക്വൈറ്റ് ഫേമസ് ദെൻ, യു നോ, വിത്ത് ഓൾ മൈ ആക്ടിവിറ്റീസ്. അനന്തകൃഷ്ണൻ സുബ്രഹ്മണ്യൻ, ഹരിപ്പാട് സ്വദേശി. അച്ഛൻ സുബ്രഹ്മണ്യൻ അയ്യർ ട്രഷറിയിലെ ക്ലർക്കായിരുന്നു. ചൈൽഡ് പ്രോഡിജി, SSLC ഫസ്റ്റ് റാങ്ക്, 16ാമത്തെ വയസ്സിൽ ഡിഗ്രി പാസ്. 1992 നോബൽ ലോറേറ്റ് ഓല ജോർജിൻ്റെ കൂടെ സൂപ്പർ ആസിഡ്സിനെ കുറിച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തു. മധുമിത കൃഷ്ണൻ. മധു. അച്ഛൻ കൃഷ്ണകുമാർ മെഷീൻ ടൂൾസ് കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ. അമ്മ മമത ബക്കറി, പൂനെക്കാരി. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഷീ ഈസ് നോ മോർ. വൺ ഓഫ് ഇന്ത്യസ് എയ്സ് ഗൺ ടെസ്റ്റേഴ്സ്. മൾട്ടിപ്പിൾ ട്രിഗർ മെഷീൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു സൈലന്റ് ബ്രെയിൻ. ഈ ഡീറ്റെയിൽസ് ഒക്കെ എവിടെന്നാ കിട്ടിയത്? ഇതൊന്നും ഒരിടത്തും പബ്ലിഷ് ആയിട്ടില്ലല്ലോ. ഷൺമുഖൻ ഇളങ്കോവൻ. You can call me Sam. അഡ്വഞ്ചർ ജങ്കി, നേച്ചർ ലവർ. ബേ ഓഫ് ബംഗാൾ ആൻറ്റി ഡ്രഞ്ചിങ് ക്യാമ്പയിൻ 2007 ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാൾ. ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. அப்படியா? நீங்க அங்க இருந்தீங்களா? Yeah. It was a crazy campaign. Shamsuddin. ഷംസുദ്ദീൻ. ദാ എനിക്കും കിട്ടി കത്ത്. ഓ ഓ ഓ ചെർപ്പുളശ്ശേരിയിലെ ദ ഫേമസ് സ്ട്രീറ്റ് മജീഷ്യൻ, ദ ഗ്രേറ്റ് ഇന്ത്യൻ മാംഗോ ട്രീ ആക്ട് ചെയ്യുന്നയാൾ. അത് തന്നെ. അപ്പോൾ തനിക്ക് മാജിക് ഒക്കെ അറിയാലേ? ഓ താനാണ് ആ വട്ടനല്ലേ? വർക്കി പറഞ്ഞിട്ടുണ്ട് അയാളുടെ വട്ടും അമ്മയുടെ പാട്ടും ചേർന്ന ഒരു സഞ്ചാരിയായ മകനുണ്ടെന്ന്. തന്നെ പറ്റി എന്തൊക്കെയാ ഇവര് പറയുന്നറിയോ? സർവൈവലിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ, തൻ്റെ ഓരോരോ എക്സ്പീരിയൻസസ്. മേനോൻ സാറ് പറഞ്ഞത് എല്ലാം ശരിയല്ല. ബ്ലോഗിൽ കുറേയൊക്കെ ഫിക്ഷണലൈസ്ഡ് ആണ്. ജംഗിൾ ചൈംസ്, ഡെസേർട്ട് മിക്സ് എന്നൊക്കെ പറയുന്ന സിംഫണീസ് ഉണ്ടാക്കാൻ ഞാൻ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ആളും മനുഷ്യനുമില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പലപ്പോഴും പെട്ടുപോയി. കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ വന്നു. പക്ഷേ ആ ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെയും ഞാൻ പോവുമായിരുന്നു. ഈ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മുടങ്ങാതെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. വിശന്ന് വലഞ്ഞപ്പോൾ കിട്ടിയ കണ്ണി കണ്ടതൊക്കെ കഴിക്കേണ്ടി വന്നു. അതിൽ ഞാഞ്ഞോളും പുഴുക്കളും ഒക്കെ പെടും. കടൽ കടക്കാൻ ചങ്ങാടം വരെ കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മാൻ വേഴ്സസ് വൈൽഡിലെ ബാഗ്രിൽസില്ലേ, പുള്ളിക്കാരനാണ് എൻ്റെ ഐഡൽ. അങ്ങനെയാണ് സർവൈവലിസ്റ്റ് എന്ന ടാഗ് വീണത്. ഏത് കാട്ടിൽ പോയി ജീവിക്കാനും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ ഒന്നും നോക്കാതെ ഓടി രക്ഷപ്പെടാനും പഠിച്ചു. ഒരു പ്രാവശ്യം അങ്ങനത്തെ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ ഏതോ മൃഗത്തിന് വെച്ച ഒരു കുരുക്കിൽ പെട്ടു. അവിടുന്നാണ് മലവേടനെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് മലവേടൻ എൻ്റെ കോൺസ്റ്റന്റ് ട്രാവൽ കമ്പാനിയനായി. ഞാൻ മൂപ്പണ്ണനും മലവേടൻ മലയുമായി മാറിയത് അങ്ങനെയാണ്. ഞാൻ അതുവരെ കാണാത്തതും അറിയാത്തതുമായ കുറേ കാടുകളിലും മേടുകളിലും മല എന്നെ കൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് 7000 കണ്ടിയെക്കുറിച്ച് മല എനിക്ക് പറഞ്ഞു തന്നത്. ഈ കാട്ടിനുള്ളിൽപ്പെട്ട് വഴിതെറ്റി മടങ്ങി വരാൻ പറ്റാത്തവരുടെയും കോടയിൽ ഒളിച്ചിരിക്കുന്ന ഭൂതങ്ങളുടെയും രാത്രി മിന്നിത്തിളങ്ങുന്ന പ്രേതങ്ങളുടെയും അങ്ങനെ മിസ്റ്റീരിയസ് ആയ കുറേ കഥകൾ കേട്ടു. പിന്നീട് എൻ്റെ മേലെ അത്രയും ഒരു കോൺഫിഡൻസ് ആയ ശേഷമാണ് മല എനിക്ക് ഈ 7000 കണ്ടിയിലേക്കുള്ള സുരക്ഷിതമായ വഴികൾ കാണിച്ചു തന്നതും ഇവിടുത്തെ പല ഹിഡൻ സീക്രറ്റ്സ് പറഞ്ഞു തന്നു.